ഇന്ന് 2015 ഏപ്രിൽ 27-ാം തീയതി തിങ്കളാഴ്ചയാണ്. 1190 മെയ്യുടെ മാസം 13-ാം തീയതിയാണ് കേട്ടോ. ഇന്ന് പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നേപ്പാളിൽ നിന്നാണ്. പക്ഷെ നമുക്ക് ആദ്യം നമ്മുടെ കേരളത്തിലെ SSLC ഫലത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയിലേക്ക് കിടക്കാം അല്ലേ. അതായത് പുതിയ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. വിജയ ശതമാനം കൂടി എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. വിജയ ശതമാനം 98.57 ആയി ഉയർന്നു. 2700 പേർ കൂടി വിജയിച്ചു എന്നാണ് വാർത്തയിൽ പറയുന്നത്. SSLC പരീക്ഷാഫലം പരിഷ്കരിച്ച് പ്രഖ്യാപിച്ചതോടെ തോറ്റവരുടെ എണ്ണം 6701 കുറഞ്ഞു. 98.57% എന്ന പുതിയ റെക്കോർഡിലേക്കാണ് വിജയം കുതിച്ചത്. 2700 പേർ കൂടി ഉപരിപഠനത്തിന് യോഗ്യത നേടി എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ 97.99% നേരത്തെ വിജയം. 0.58% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. സേ പരീക്ഷ കൂടി കഴിയുന്നതോടെ വിജയ ശതമാനം വീണ്ടും ഉയരും എന്നുകൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പബ്ലിഷ് ചെയ്ത റിസൾട്ടിൽ കണ്ണൂരായിരുന്നു ഏറ്റവും കൂടുതൽ മുന്നിലുണ്ടായിരുന്നത്. ഫലം പരിഷ്കരിച്ചതോടെ കണ്ണൂരിന്റെ വിജയ ശതമാനവും 99.32 ഉയർന്നു. അതിന് തൊട്ട് പിന്നാലെ നിൽക്കുന്നത് ആലപ്പുഴയാണ്. 99.07 അവിടുത്തെ വിജയ ശതമാനം. പിന്നാലെ എറണാകുളം 99.06, തൃശൂർ 99% എന്നിവരൊക്കെയാണ് എന്നീ ജില്ലകളാണ് നേടിയിട്ടുള്ള വിജയ ശതമാനം. അതുപോലെ തന്നെ പാലക്കാടാണ് ഏറ്റവും വിജയ ശതമാനത്തിന് പിന്നിൽ നിൽക്കുന്നത്. പക്ഷെ എന്നാലും പാലക്കാട് ജില്ലയിൽ 97.16 അവിടുത്തെയും വിജയ ശതമാനം. അപ്പൊ എന്തായാലും ഉയർന്ന വിജയ ശതമാനം തന്നെയാണ് അല്ലെ. A+കളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. ഗ്രേസ് മാർക്കും കൂടെ ആഡ് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള ഫലമാണിത്. ഇനിയിപ്പോ എന്തായാലും സേ പരീക്ഷയും കൂടെ കഴിയുമ്പോൾ ഒത്തിരി ഫലത്തിൽ എന്താ പറയാ, എല്ലാവരും തന്നെ 100% വിജയം ചിലപ്പോൾ കൈവരിച്ചേക്കാം അല്ലെ. അതാണ് ഒരു വാർത്ത. ഇനി നമുക്ക് നേപ്പാളിലെ വാർത്തയിലേക്ക് കിടക്കാം. നേപ്പാളിലും ഉത്തരേന്ത്യയിലും തുടർ ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നേപ്പാളിൽ മരണം 2500 എന്ന് പറയുന്ന ഒരു വാർത്തയാണുള്ളത്. 2 ഫോട്ടോയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഒന്നിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ജീവിതത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ്. കാരണം നേപ്പാളിലെ ഭൂകമ്പത്തിൽ നിന്നും പരിക്കുകളോടെ രക്ഷപ്പെട്ട് കാഠ്മണ്ഡുവിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവ് തന്റെ 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ വാരി പുണരുന്ന ഫോട്ടോ ആണ് ആദ്യം കാണുന്നത്. പക്ഷേ രണ്ടാമത്തേതെന്ന് പറയുന്നത് ഓർമ്മയിലേക്ക് എന്നാണ് പറയുന്നത്. കാരണം കാഠ്മണ്ഡുവിലെ ആശുപത്രി വരാന്തയിൽ ബന്ധുവിന്റെ മൃതദേഹം ഒരാൾ തിരിച്ചറിഞ്ഞപ്പോഴുള്ള ഒരു വാർത്തയാണ്. ശരിക്കും രണ്ടും 2 എക്സ്ട്രീം ആണല്ലോ. ഒന്ന് ജീവിതത്തിലേക്കും ഒന്ന് ഓർമ്മയിലേക്കും. നമുക്ക് ആ വാർത്തയിലേക്കൊന്ന് കടക്കാം. മരണം 3000 വരെ ആയേക്കുമെന്ന് അനൌദ്യോഗിക കണക്കുകൾ എന്ന് പറയുന്നുണ്ട്. എവറസ്റ്റിന്റെ ചരിത്രത്തിലെ വലിയ ദുരന്തം. 22 മരണം, 217 പേരെ കാണാനില്ല. നേപ്പാളിൽ കനത്ത മഴയ്ക്ക് സാധ്യത, മലയിടിച്ചിൽ ഭീഷണി. 1050 ഇന്ത്യക്കാരെ തിരികെ എത്തിച്ചു എന്നും പറയുന്നു. അതുപോലെ തന്നെ നേപ്പാൾ പ്രസിഡന്റിന്റെ ഓഫീസിന് വിള്ളലുള്ള കാരണം അദ്ദേഹം ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു കൂടാരത്തിലാണ് താമസിക്കുന്നത് എന്നും ഒരു വാർത്തയുണ്ട്. വാർത്തയിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കിടക്കാം. നേപ്പാളിനെ പിടിച്ചു കുലുക്കിയ വൻ ഭൂകമ്പത്തിൽ മരണം 2500 6000 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. മരണം 3000 വരെ ആയേക്കുമെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. കാഠ്മണ്ഡു താഴ്വരയിൽ മാത്രം 1053 പേർ കൊല്ലപ്പെട്ടു. ഇന്ത്യയിൽ മരിച്ചവരുടെ എണ്ണം 66. നേപ്പാളിൽ നിന്ന് 6 വ്യോമസേനാ വിമാനങ്ങളിൽ 1050 ഇന്ത്യക്കാരെ തിരികെ എത്തിച്ചു എന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിനോടൊപ്പം 6 മലയാളികൾക്കായി തിരച്ചിൽ തുടരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. നേപ്പാളിൽ ഉണ്ടായിരുന്ന 5 മലയാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. കാസർഗോഡ് ദേലി ഉലൂച്ചിയിലെ അമാനുള്ളയുടെ മകൻ മുഹമ്മദ് അസ്രലി 25 വയസ്സാണ്. അതുപോലെ തന്നെ ദുബായിൽ നിന്ന് നേപ്പാളിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ 4 മലയാളികളെയുമാണ് തിരയുന്നത്. അപ്പോൾ അവരുടെ പേരുമാണ് കൊടുത്തിരിക്കുന്നത്. വിനോദയാത്ര പോയ 3 മലയാളി ഡോക്ടർമാർ ഭൂകമ്പത്തിൽ പരിക്കേറ്റ് കാഠ്മണ്ഡുവിൽ ചികിത്സയിലാണ്. ബാക്കിയുള്ള എല്ലാവരും തന്നെ രക്ഷപ്പെട്ട് തിരിച്ചെത്തി എന്ന് പറയുന്ന ഒരു വിവരം കൂടിയാണ് പത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നേപ്പാളിലെ ഭൂചലനത്തെ തുടർന്ന് എല്ലാ പത്രങ്ങളിലും കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൈത്താങ്ങായി ഇന്ത്യ എന്താ പറയാ സഹായത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും നേപ്പാളിൽ എത്തിയിട്ടുണ്ട് എന്നൊരു വാർത്തയാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. നേപ്പാളിൽ ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ദേശീയ ദുരന്ത നിവാരണ സേന മേധാവി OP സിംഗ് നേപ്പാളിലേക്ക് പോയി. അവിടെ എത്തിയ 10 സംഘങ്ങൾക്ക് പുറമെ സേനയുടെ 6 സംഘത്തെ കൂടി അയക്കുന്നതായി ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു. കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാൻ ബസ്സുകളും ആംബുലൻസുകളും അയക്കാൻ ബീഹാർ UP മുഖ്യമന്ത്രിമാരോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. 13 വ്യോമസേനാ വിമാനങ്ങളും 35 ബസ്സുകളും നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അതുപോലെ 50 ടൺ അവശ്യ വസ്തുക്കളും എത്തിച്ചു. ചൈന, അമേരിക്കൻ തുടങ്ങിയ രാജ്യങ്ങളും രക്ഷാപ്രവർത്തകരെ അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പ്രവാസികളെ സംബന്ധിക്കുന്ന ഒരു വാർത്ത, എയർ ഇന്ത്യ എക്സ്പ്രസിൽ 30 കിലോ സൗജന്യ ബാഗേജ് ഇനി മുതൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. സൗജന്യം പക്ഷേ മെയ് 31 വരെ ഉള്ളൂ കേട്ടോ, അതും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ വാർത്തയിലേക്ക് ഒന്ന് കിടക്കാം. എയർ ഇന്ത്യ എക്സ്പ്രസിൽ യാത്രക്കാർക്ക് 30 കിലോയുടെ സൗജന്യ ബാഗേജ് അനുവദിച്ചു. പ്രത്യേക ഫീസ് അടച്ച് 10 കിലോ കൂടി കൂടുതൽ കൊണ്ടുപോകാനും അവസരം ഒരുക്കിയിട്ടുണ്ട്. മെയ് 31 വരെയാണ് സൗജന്യം. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലും പുതിയ ആനുകൂല്യം ബാധകമാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് റീജിയണൽ മാനേജർ അറിയിച്ചു എന്നും പറയുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഓഫീസുകളിലോ ട്രാവൽ ഏജൻസി ഓഫീസുകളിലോ 100 ദിർഹം അടച്ചാൽ 10 കിലോ അധിക ബാഗേജ് കൊണ്ടുപോകാനാകും. അതുപോലെ വിമാനത്താവളത്തിൽ വെച്ച് യാത്ര പുറപ്പെടുന്ന സമയത്ത് 150 ദിർഹം അടച്ചെങ്കിലേ കൂടുതൽ ബാഗേജ് കൊണ്ടുപോകാനാകൂ എന്നും കൂടെ പറയുന്നുണ്ട്. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഉള്ളത്. അതുപോലെ നാട്ടിൽ ഇപ്പൊ പറയുന്നത് ലൈസൻസ് പുതുക്കാനും വീണ്ടും പരീക്ഷ ജയിക്കണം എന്നൊരു വ്യത്യാസം കൊണ്ടുവരാൻ പോകുന്നു. അതിനെ തുടർന്ന് 30-ാം തീയതി വാഹന സംഘടനകൾ എന്താ പറയുക ഹർത്താൽ നടത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. നമുക്ക് നോക്കാം. ലൈസൻസ് പുതുക്കാനും പരീക്ഷ ജയിക്കണം, എല്ലാ വാഹനങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദിഷ്ട ഗതാഗത സുരക്ഷാ ബിൽ നിയമമായാൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിന് കർശന നിയന്ത്രണങ്ങളാവും വരിക. സ്വകാര്യ ഏജൻസികൾ കമ്പ്യൂട്ടർവൽകൃത സെന്ററുകളിൽ നടത്തുന്ന പരീക്ഷ ജയിച്ചാലേ പുതിയ ലൈസൻസിന് അപേക്ഷിക്കാനാവൂ. നിലവിലുള്ളവ പുതുക്കി കിട്ടാനും ഈ ഡ്രൈവിംഗ് ക്ഷമത പരീക്ഷ ജയിക്കണം. നിയമം നിലവിൽ വന്നാൽ 6 മാസത്തിനുള്ളിൽ ഏകീകൃത ലൈസൻസിംഗ് സമ്പ്രദായത്തിന് രൂപം നൽകണമെന്നും അത് 1 വർഷത്തിനുള്ളിൽ നടപ്പാക്കണമെന്നുമാണ് നിർദ്ദേശം. പക്ഷേ ഇതിനോട് എതിർത്തുകൊണ്ടെന്നൊക്കെ പറയാമല്ലേ. അതേസമയം ബില്ലിനെതിരെ ഗതാഗത രംഗത്തെ സംഘടനകൾ 30-ന് വാഹന പണിമുടക്കടക്കമുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ബിൽ നടപ്പിലായാൽ ഗതാഗത മേഖല പൂർണ്ണമായും കുത്തക കമ്പനികൾ നിയന്ത്രിക്കുമെന്ന സ്ഥിതിയിലെത്തുമെന്നാണ് സംഘടനകളുടെ ആരോപണം. ഇതിനെതിരെയാണ് അവർ 30-ാം തീയതി ഹർത്താലിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നൊരു വാർത്തയുമാണ് ഉള്ളത്. അതുപോലെ മറ്റൊരു വാർത്ത, നമ്മുടെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റും സമീപം 5 പൈപ്പ് ബോംബുകൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വാർത്തയാണുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള അതീവ സുരക്ഷാ മേഖലയിൽ ബോംബ് കണ്ടെത്തി. ഇന്നലെ ഉച്ചയോടെ കുളം വൃത്തിയാക്കുന്ന തൊഴിലാളിയാണ് ചാക്കിൽ പൊതിഞ്ഞു കിട്ടിയ നിലയിലുള്ള 5 പൈപ്പ് ബോംബുകൾ കണ്ടെത്തിയത്. അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡ് എത്തി ഇവയെ നിർവീര്യമാക്കി എന്നും പറയുന്നു. ക്ഷേത്രത്തിന് 100 മീറ്റർ ചുറ്റളവിൽ അതീവ സുരക്ഷാ മേഖലയാണെന്നിരിക്കെ ക്ഷേത്ര മതിലിനോട് ചേർന്നാണ് ബോംബ് കണ്ടെത്തിയത്. ഇതിൽ ഫോട്ടോയിൽ കാണുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം ശ്രീപാദംകുളം ശുചീകരണ പ്രവർത്തനം നടക്കുന്നതിനിടയിൽ ചാക്കിൽ കെട്ടിപ്പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയ പൈപ്പ് ബോംബുകൾ പോലീസ് ബോംബ് സ്ക്വാഡ് നിർവീര്യമാക്കാൻ കൊണ്ടുപോകുന്ന ഫോട്ടോ ആണ് മനോരമ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്ഷേത്രത്തിന് സമീപം ബോംബ് കണ്ടെത്തിയത് അതീവ ഗൗരവമായാണ് കാണുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി VS ശിവകുമാർ പറഞ്ഞു. സുരക്ഷാ പാളിച്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നുമാണ് വാർത്തയിൽ പറയുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് നമ്മുടെ ഇന്നത്തെ പത്രങ്ങളിലെ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കിടക്കുന്നത് നമ്മുടെ എഡിറ്റോറിയൽ പേജിലേക്കാണ്. മലയാള മനോരമയുടെ ഇന്നത്തെ എഡിറ്റോറിയൽ പേജിൽ ലേഖനമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ നേപ്പാളിലെ ഭൂകമ്പത്തെക്കുറിച്ചുള്ള വാർത്ത തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അതിനെക്കുറിച്ച്. നേപ്പാൾ നൽകുന്ന മുന്നറിയിപ്പ്. പ്രകൃതിക്ഷോഭങ്ങൾക്കെതിരെ നിതാന്ത ജാഗ്രത വേണം എന്ന് പറയുന്ന തലക്കെട്ടോടു കൂടിയാണ് ലേഖനം കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ചെറിയ ശരീരമാകെ വലിയ മുറിവുകളേറ്റ് പിടയുകയാണ് നേപ്പാൾ. 1000 മൃതശരീരങ്ങൾ കണ്ട് നെഞ്ചും പൊട്ടി കരയുകയാണ്. അയൽ രാജ്യത്തോടൊപ്പം ഉത്തരേന്ത്യയെയും പിടിച്ചുകുലുക്കിയ വൻ ഭൂകമ്പം കവർന്ന മഹാനഷ്ടങ്ങളുടെ കണക്ക് ഇനിയും പൂർണ്ണമായി തിട്ടപ്പെടുത്താനായിട്ടില്ലെന്ന് മാത്രമല്ല, തുടർചലനങ്ങളുടെ ഭീഷണി മാറിയിട്ടുമില്ല. 1 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ഭൂകമ്പം നേപ്പാൾ എന്ന ചെറു രാഷ്ട്രത്തെ ഏതാണ്ട് തകർത്ത് കളഞ്ഞു. ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായി തന്നെ താറുമാറായി. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കാഠ്മണ്ഡുവിലെ ധരഹര ഗോപുരം പോലും ചരിത്രത്തിന്റെ പാഴ്മണ്ണിലേക്ക് തകർന്ന് തല താഴ്ത്തി. മലയാളികളടക്കം എത്രയോ പേർ നേപ്പാളിലെ ഭൂകമ്പ മേഖലയിൽ ഇപ്പോഴും കുടുങ്ങിയ അവസ്ഥയിലാണ്. നേപ്പാളിനോടൊപ്പം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ആപൽക്കരമായി കുടുങ്ങി. കനത്ത നാശങ്ങളും ഏറെ മരണങ്ങളും ഉണ്ടായി. അതിന്റെ അലയൊലികൾ കേരളം പോലും നടുക്കത്തോടെ അനുഭവിച്ചറിഞ്ഞു എന്ന് പറയുന്നതാണ് ലേഖനം. മലയാള മനോരമയാണ് നേപ്പാളിനെ കുറിച്ചുള്ള ലേഖനം എഡിറ്റോറിയൽ പേജിൽ ഇന്ന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ എഡിറ്റോറിയലായിട്ട് മനോരമയിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്പോർട്സ് പേജിലേക്ക് കിടക്കാം. സ്പോർട്സ് പേജിൽ നിൽക്കുന്നത് നമ്മുടെ IPLന്റെ വിശേഷങ്ങൾ തന്നെയാണ്. അനായാസം ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു വാർത്തയാണുള്ളത്. ബാംഗ്ലൂരിന്റെ വിജയത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. ഫോട്ടോയോട് കൂടിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ബാംഗ്ലൂരിന് 10 വിക്കറ്റ് വിജയം. കൊൽക്കത്ത രാജസ്ഥാൻ മത്സരം മഴയിൽ മുടങ്ങി എന്നും പറയുന്നുണ്ട്. നമുക്ക് നോക്കാം.
ഫിറോസ് ഷാ കോട്ട്ലയിലെ പിച്ചിൽ മിച്ചൽ സ്റ്റാർക്ക് ഭൂകമ്പമായപ്പോൾ ഡൽഹി ഡെയർഡെവിൾസിന് നിലതെറ്റി. IPL പോരാട്ടത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെതിരെ 10 വിക്കറ്റിന്റെ തോൽവി. ജയത്തിന് 96 റൺസ് മാത്രം വേണ്ടിയിരുന്ന ബാംഗ്ലൂർ ഓപ്പണിംഗ് സഖ്യത്തിന്റെ മികവിൽ അനായാസം ജയത്തിലെത്തി. ക്രിസ് ഗെയിലും അദ്ദേഹം 40 പന്തിൽ 62 റൺസ് എടുത്തു. അതുപോലെ തന്നെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി 35 റൺസാണ് എടുത്തത് 23 പന്തിൽ. പുറത്താകാതെ കരുത്ത് കാട്ടിയതോടെ ഡൽഹിക്ക് മരുന്നിന് പോലും ഒരു വിക്കറ്റിന്റെ ആശ്വാസം കിട്ടിയില്ല എന്നും പറയുന്നുണ്ട്. സ്കോർ ഡൽഹി 18.2 ഓവറിൽ 95-ന് പുറത്ത്. അതുപോലെ ബാംഗ്ലൂർ 10.3 ഓവറിൽ വിക്കറ്റ് പോകാതെ 99 എന്നുമാണ്. അതുപോലെ നേരത്തെ കനത്ത മഴയിൽ ഒരു പന്ത് പോലും എറിയാനാകാതെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസ് മത്സരം ഉപേക്ഷിച്ചിരുന്നു എന്നും പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് സ്പോർട്സ് പേജിൽ IPL-നെ സംബന്ധിക്കുന്നതായിട്ട് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു സ്പോർട്സ് വാർത്ത എന്ന് പറയുന്നത് ക്രിക്കറ്റിനെ രക്ഷിക്കാൻ വരുമോ ത്രിമൂർത്തികൾ എന്ന് പറയുന്ന ഒരു വാർത്തയാണ് കേട്ടോ. നമുക്ക് നോക്കാം. ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് നമ്മുടെ സച്ചിനെയും ഗാംഗുലിയും അതുപോലെ തന്നെ ദ്രാവിഡിനെയാണ്. ഞാൻ ആ വാർത്തയിലേക്കൊന്ന് കടക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഉപദേശകരായി മുൻ ക്യാപ്റ്റന്മാരായ സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, രാഹുൽ ദ്രാവിഡ് എന്നിവർ എത്തിയേക്കും. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങളായ 3 പേരെയും ഉൾപ്പെടുത്തി ഒരു ഉപദേശക സമിതി രൂപവൽക്കരിക്കാൻ ഞായറാഴ്ച ഡൽഹിയിൽ നടന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ യോഗം തീരുമാനിച്ചു. BCCIയുടെ ക്ഷണം 3 താരങ്ങളും സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനെയും താരങ്ങളെയും തീരുമാനിക്കുന്നതടക്കം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ ഉപദേശക സമിതിക്ക് അധികാരമുണ്ടായേക്കും എന്നാണ് പറയുന്നത്. ഈ തീരുമാനം നടപ്പായാൽ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായി സൗരവ് ഗാംഗുലിയോ ദ്രാവിഡോ വരാനുള്ള സാധ്യത ഇല്ലാതാകും. ഗാംഗുലിയോ ദ്രാവിഡോ ആയിരിക്കും ഇന്ത്യൻ ടീമിന്റെ പുതിയ പരിശീലകൻ എന്ന അഭ്യൂഹം നേരത്തെ ഉണ്ടായിരുന്നു. പുതിയ പരിശീലകനെ തിരഞ്ഞെടുക്കാൻ BCCI പ്രസിഡന്റ് ജഗ്മോഹൻ ഡാൽവിയെയും സെക്രട്ടറി അനുരാഗ് താക്കൂറിനെയും യോഗം ചുമതലപ്പെടുത്തി എന്നും പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഉപദേശക സമിതിയിലെങ്കിലും ഇവർ 3 പേരും വരികയാണെങ്കിൽ കുറച്ചെങ്കിലും ഇപ്പോഴത്തെ ക്രിക്കറ്റിന് കുറച്ചെങ്കിലും മാറ്റം വരുത്താനായിട്ട് സാധിച്ചേക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. അതുപോലെ തന്നെ രോഹിത് ശർമ്മയെ അർജുനയ്ക്ക് നിർദ്ദേശിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയുണ്ട്. 2015-ലെ അർജുന അവാർഡിന് വേണ്ടിയിട്ട് ചിലപ്പോൾ രോഹിത് ശർമ്മയെ നിർദ്ദേശിച്ചേക്കാം എന്നാണ് പറയുന്നത്. 2015-ലെ അർജുന അവാർഡിന് ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയെ BCCI നിർദ്ദേശിക്കും. ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറിന് ഉടമയാണ് രോഹിത് ശർമ്മ. കഴിഞ്ഞ വർഷം ഈഡൻ ഗാർഡൻസിൽ ശ്രീലങ്കയ്ക്കെതിരെ അടിച്ച 264 റൺസാണ് രോഹിതിനെ ലോക റെക്കോർഡിന് അർഹനാക്കിയത്. ഇതിനെ തുടർന്നാണ് അദ്ദേഹത്തെ അർജുന അവാർഡിന് വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നുമാണ് പറയുന്നത്. ഇതാണ് സ്പോർട്സ് പേജിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം പ്രവാസ ലോകത്തെ വിശേഷത്തിലേക്ക് കടക്കാം. നമ്മുടെ നേപ്പാളിനെ സംബന്ധിക്കുന്ന ഒരു വാർത്തയാണുള്ളത്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു നേപ്പാളിന് സഹായ വാഗ്ദാനവുമായിട്ട് UAE ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ്. റെഡ് ക്രസന്റ് അടിയന്തര സഹായം എത്തിക്കുന്നു. ഷെയ്ഖ് ഫാത്തിമ 50 ലക്ഷം ദിർഹം നൽകി എന്നൊക്കെയാണ് വാർത്തയിൽ പറയുന്നത്. നമുക്ക് നോക്കാം. UAE രക്ഷാസേനയെ നേപ്പാളിലേക്ക് അയച്ചു. ഭൂകമ്പം ദുരന്തം വിതച്ച നേപ്പാളിലേക്ക് UAE രക്ഷാസേനയെ അയച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ ത്വരഗതിയിലാക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ സെർച്ച് ആൻഡ് റെസ്ക്യൂ സംഘത്തെയാണ് അയച്ചത്. അതേസമയം നേപ്പാളിലേക്ക് അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയതായി റെഡ് ക്രസന്റ് പ്രതിനിധികൾ അറിയിച്ചു. നേപ്പാളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും ആവശ്യങ്ങൾ കണ്ടറിയുന്നതിനുമായി റെഡ് ക്രസന്റ് 2 പ്രതിനിധികൾ കാഠ്മണ്ഡുവിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫയുടെ നിർദ്ദേശപ്രകാരമാണ് രക്ഷാസംഘത്തെ അയച്ചതും അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതും. ഓഫീസർമാരും രക്ഷാപ്രവർത്തകരും അടക്കം 88 പേർ സംഘത്തിലുണ്ട്. അപകടത്തിൽപ്പെട്ടവരെ കണ്ടെത്തുന്നതിനുള്ള ആധുനിക ഉപകരണങ്ങളുമായാണ് രക്ഷാസേന നേപ്പാളിലേക്ക് തിരിച്ചത് എന്നുമാണ് വാർത്തയിൽ പറയുന്നത്. അതുപോലെ ഷെയ്ഖ് ഫാത്തിമ 50 ലക്ഷം ദിർഹവും സഹായ വാഗ്ദാനമായിട്ട് നൽകിയിട്ടുണ്ട് എന്നൊരു വാർത്തയാണ് ഇതിൽ പറയുന്നത്. നേപ്പാളിനെ സംബന്ധിച്ച് UAEയുടെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ സഹായം എന്നൊക്കെ പറയാം അല്ലെ. അതുപോലെ ഞാൻ നേരത്തെ വായിച്ചു ദുബായിൽ നിന്നും നേപ്പാളിലേക്ക് പോയ 4 പേരെ കാണാനില്ല എന്നുള്ളൊരു വാർത്ത. അവരുടെ ഫോട്ടോ അടക്കമാണ്. കാരണം അവർ വാട്സപ്പിൽ എടുത്തിട്ടുള്ള ഒരു സെൽഫിയാണ് അവസാനമായിട്ട് അവരെ കുറിച്ചുള്ള വിവരമായിട്ട് ലഭിച്ചിരിക്കുന്നത്. അതിനെ കുറിച്ചൊന്ന് വായിച്ചു നോക്കാം. ദുബായിൽ നിന്ന് നേപ്പാളിലേക്ക് പോയ ചങ്ങാതി കൂട്ടത്തെക്കുറിച്ച് വിവരമില്ല. അവരുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേപ്പാളിലെ സിന്ധുപാൽ ചൗക്കിൽ നിന്നെടുത്ത സെൽഫിയാണ്. വാട്സപ്പിൽ നിന്നാണ് ബന്ധുക്കൾക്ക് ഈ ഫോട്ടോ ലഭിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ സംഘത്തിലുള്ള 4 പേർ മലയാളികളാണ്.
എമിറേറ്റിൽ നിന്ന് നേപ്പാളിലേക്ക് പോയ 6 അംഗ സംഘത്തെക്കുറിച്ച് വിവരമില്ലെന്ന് രക്ഷിതാക്കൾ. സംഘത്തിൽ 4 പേർ മലയാളികളാണ്. ദുബായിൽ നിന്നുള്ള ഒരു സംഘത്തെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റിയെന്ന് സ്ഥിരീകരിക്കാത്ത വിവരം ലഭിച്ചെങ്കിലും ഇതേപോലെ മറ്റൊരു സംഘം കൂടി പ്രദേശത്ത് ഉണ്ടായിരുന്നതിനാൽ ആശങ്കയിലാണ് കുടുംബാംഗങ്ങൾ. ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവര് എറണാകുളം സ്വദേശിയും MBA വിദ്യാർത്ഥിയുമായ തൻവീർ റാവുത്തർ, അതുപോലെ ദുബായിൽ ഷേഖ് ഹംദാന്റെ ഓഫീസ് ജീവനക്കാരനും കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയുമായ മസ്ഹർ മൊയ്തുൻ, അതുപോലെ തലശ്ശേരി സ്വദേശിയും ജബലലി ഫ്രീ സോണിൽ അക്കൗണ്ടന്റുമായ ഹാദിൽ ഹനീഫ, കാസർഗോഡ് സ്വദേശിയായ അസർ എന്നിവരാണ് സംഘത്തിലുള്ള മലയാളികൾ. മറ്റ് 2 പേരിൽ ഒരാൾ ഹൈദരാബാദിയും മറ്റാൾ മുംബൈ സ്വദേശിയുമാണ് എന്ന് പറയുന്നു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഘം ഫ്ലൈ ദുബായ് വിമാനത്തിൽ നേപ്പാളിൽ എത്തിയത്. ഇവരുടെ അവസാനമായിട്ട് വാട്സപ്പിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഫോട്ടോ ആണ് ഇവരെ കുറിച്ച് നേപ്പാളിൽ പോയതിനു ശേഷമുള്ള ഒരു വിവരമായിട്ട് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇവരെയും എത്രയും പെട്ടെന്ന് തന്നെ സുരക്ഷിതമായിട്ട് തന്നെ നേപ്പാളിൽ ഉണ്ടാവട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. അതുപോലെ മറ്റൊരു വാർത്ത, സുരക്ഷിതമായ സൈക്കിൾ യാത്ര ഉറപ്പാക്കാൻ പുതിയ പ്രമേയം എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. നമുക്ക് നോക്കാം. ദുബായിൽ നിന്നാണിത്. എമിറേറ്റിൽ സൈക്കിൾ യാത്ര പ്രോത്സാഹിപ്പിക്കുന്നതിനും സുരക്ഷിതമായ സവാരി ഉറപ്പുവരുത്തുന്നതിനുമായി കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് പ്രമേയം അവതരിപ്പിച്ചു. ഇതുപ്രകാരം 60 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയുള്ള റോഡുകളിൽ സൈക്കിൾ യാത്ര പാടില്ല. നടപ്പാതകൾ വഴിയുള്ള സൈക്കിൾ സവാരിക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. സൈക്കിളിൽ രണ്ടാമതൊരാളെ കയറ്റുന്നതിനും നിയന്ത്രണമുണ്ട്. മറ്റൊരാൾക്ക് ഇരിക്കാനുള്ള സൗകര്യവും മതിയായ സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടാകണമെന്നുമാണ് പറയുന്നത്. പുതിയ പ്രമേയത്തിലെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ്, പക്ഷെ എന്നാലും അപകടങ്ങൾ ഒഴിവാക്കാവുന്ന രീതിയിൽ തന്നെയാണ് പുതിയൊരു പ്രമേയം വന്നിരിക്കുന്നത്. അതുപോലെ മറ്റൊരു വാർത്തയുള്ളത്, ദി ബീച്ചിൽ കൗതുകമായി ടക്തുക് റിക്ഷകൾ എന്ന് പറയും. നമ്മൾ ശരിക്കും ഫോട്ടോസിലും അതുപോലെ തന്നെ ചില സിനിമകളിലൊക്കെ കണ്ടുപരിചയമുള്ള ടക്തുക് റിക്ഷകൾ ഇപ്പോൾ ദുബായിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. ലോകത്തിലെ സകലമാന ആഡംബരങ്ങളും വാഹനങ്ങളും സംഗമിക്കുന്ന നഗരമാണ് ദുബായ്. എന്നാൽ ഇന്ത്യക്കാരിൽ പലരും പരിമിതിക്കുന്ന ഒന്നുണ്ട്, നമ്മുടെ ഓട്ടോറിക്ഷകൾ എന്തേ ഇവിടെ എത്തിയില്ലേ? ഈ ഒരു പരിഭവത്തിന് പരിഹാരം എന്നോണം JBRൽ റിക്ഷകൾ പറന്നു നടക്കുകയാണ്. ഒന്നല്ല 9 റിക്ഷകളാണ് JBRലെ ദ ബീച്ചിൽ സന്ദർശകരെ കയറ്റി തലങ്ങും വിലങ്ങും ഓടുന്നത്. അതിന്റെ ഫോട്ടോയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ സവാരി നടത്തുന്ന ഒരു കുട്ടിയുടെ ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത്. തായ്ലൻഡിൽ പ്രചാരത്തിലുള്ള ടക്തുക് മാതൃകയിലുള്ള റിക്ഷകളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. വലിയ ശബ്ദ കോലാഹലങ്ങളില്ലാതെ സമാധാനത്തോടെ ഓടുന്ന വണ്ടിയാണെന്നത് ഒഴിച്ചാൽ നമ്മുടെ നാടൻ റിക്ഷകളുമായി വലിയ വ്യത്യാസമില്ല ടക്തുക്കിന്. വൈദ്യുതിയിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. കാണാൻ കുറച്ചുകൂടി ആഡംബരവുമുണ്ട് എന്നാണ് വാർത്തയിൽ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ പ്രവാസികളെ സംബന്ധിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത്, ഷാർജയിൽ വീണ്ടും ബിനാലെ എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. മെയ് 11 മുതൽ 16 വരെയാണ് ബിനാലെ സംഘടിപ്പിക്കുന്നത്. അതിന്റെ സംഘാടക യോഗത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് കേട്ടോ. UAEയുടെ സാംസ്കാരിക തലസ്ഥാനമായ ഷാർജയിൽ വീണ്ടും ഷാർജ ബിനാലെയുടെ വേദിയാകുന്നു. ഷാർജ ആർട്ട് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ബിനാലെ മെയ് 11 മുതൽ 16 വരെ ഷാർജ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നടക്കുന്നത്. ഇതിനായി SFEന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ബിനാലെയുടെ രൂപരേഖ തയ്യാറാക്കി എന്ന് പറയുന്നുണ്ട്. ഭൂതം, വർത്തമാനം, ഭാവിയുടെ സാധ്യതകൾ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന ബിനാലെയിൽ ഷാർജയുടെ സാംസ്കാരികവും ചരിത്രപരവുമായ പൈതൃക സവിശേഷതകൾ അവതരിപ്പിക്കുന്നതിനോടൊപ്പം മുൻപ് ഇന്റർനാഷണൽ ആർട്ട് എക്സിബിഷൻ ഫോർ പാലസ്തീനിയൻ ജപ്പാനിൽ അവതരിപ്പിച്ച പ്രദർശനത്തിന് പുനരാവിഷ്കരണവും ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. മെയ് 11 മുതൽ 16 വരെയാണ് ഷാർജയിലെ വീണ്ടും ബിനാലെ സംഘടിപ്പിക്കാൻ പോകുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗൾഫ് വാർത്തകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയും കൂടെ ഉള്ളത്, ഷാർജയിലെ നവീകരിച്ച അൽവാദ പാലം തുറന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. നവീകരണത്തിന് ശേഷമുള്ള ആ പാലത്തിന്റെ ഫോട്ടോ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ വാർത്തയിലേക്ക് കൂടെ പെട്ടെന്ന് കിടക്കാം. ഷാർജ ഷെയ്ഖ് ഹുമൈദ് ബിൻ സഖർ അൽ ഖ്വസ്മി ഇന്റർസെക്ഷൻ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 22-നാണ് നവീകരണത്തിന്റെ ഭാഗമായി ദി ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി താൽക്കാലികമായി ഇത് അടച്ചത്. ദ്രുതഗതിയിൽ പണി പൂർത്തിയാക്കി 3 ദിവസം കൊണ്ട് തന്നെ ഗതാഗതത്തിനായി പാലം ഞായറാഴ്ച തുറന്നുകൊടുത്തു എന്നും പറയുന്നു. ആ പാലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമുള്ള പാലത്തിന്റെ ഫോട്ടോ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ വന്നിരിക്കുന്ന ഗൾഫ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇനി നമ്മൾ കിടക്കുന്നത് നമ്മുടെ ഗോൾഡ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റിലേക്കാണ്. ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഇന്നലത്തേക്കാളും ഇത്തിരി കൂടുതലാണ്. 17 രൂപ 25 പൈസയാണ് ഇന്ന് രാവിലത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ദർഹത്തിന് 17 രൂപ 25 പൈസയാണ്. ഇന്നലെ വൈകിട്ട് അത് 17 രൂപ 23 പൈസയായിരുന്നു. അതുപോലെ 24 ക്യാരറ്റ് സ്വർണ്ണത്തിന് 143 ദിർഹമാണ് ഇന്ന് രാവിലത്തെ റേറ്റ്. അതുപോലെ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന്
സൂചിപ്പിക്കുന്നത് 135 ദിർഹം 50 ഫിൽസ് ആണ് ഇന്ന് രാവിലെ. ഇന്നലത്തെയുമായിട്ട് വ്യത്യാസമൊന്നുമില്ല, ഇന്നലെയും സെയിം റേറ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒത്തിരി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്താ പറയുക, അരമണിക്കൂർ നമ്മൾ ഗുഡ് മോർണിംഗ് ആയിട്ട് ഒരുമിച്ചുണ്ടായിരുന്നു. നല്ലൊരു വാചകത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് തുടങ്ങിയത് അല്ലേ. വിജയത്തെയും പരാജയത്തെയും കുറിച്ച് നമ്മുടെ ഒരു കാഴ്ചപ്പാട് തന്നെ മാറ്റുന്ന ഒരു വാചകത്തോടു കൂടിയായിരുന്നു ഗുഡ് മോർണിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവർക്കും ഇന്നത്തെ ഗുഡ് മോർണിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ ഒത്തിരി വിശേഷങ്ങളൊക്കെ ആയിട്ട് അറൗണ്ട് ദ വേൾഡും അതുപോലെ പത്രങ്ങളിലൂടെയും അതുപോലെ നല്ലൊരു വാചകമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം ഇതേ സമയം വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.